സുഖവാസ കേന്ദ്രമായിരുന്നു പണ്ടുകാലം മുതലേ. അങ്ങനെ റസൂലുള്ളയും തായിഫിലുള്ള തൻ്റെ ബന്ധുക്കളെ അടുത്തേക്ക് പോയിട്ടുണ്ട് എന്ന വിവരം ഖുറൈശികൾ നേരത്തെ അറിയുകയും അവര് മുഹമ്മദിന് വേണ്ട വിധത്തിൽ മറുപടി കൊടുക്കണം, നിങ്ങൾ അവനവിടെ അഭയം കൊടുക്കരുത്, അതല്ലെങ്കിൽ അവനുമായി വല്ല സന്ധി സംഭാഷണങ്ങളിലും ഏർപ്പെടരുതെന്നൊക്കെ മുൻകൂട്ടി അറിയിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ മോശമായി തായിഫിലെ ആ ജനത പെരുമാറുകയും പ്രവാചകനെ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് വിളിച്ച് തെരുവ് പിള്ളേരെ വിട്ട് കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ച് നമ്മുടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നിന്ന് ചോര പൊടിഞ്ഞു. സെയ്ദ് ഇബ്നു ഹാരിസ് അദ്ദേഹം പ്രവാചകർക്ക് നേരെ വരുന്ന ഏറുകളെ തടുത്തു നിന്നു. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ വിശ്രമിക്കാനായിരിക്കുകയാണ്. ആ തോട്ടം മക്കയിലെ ഖുറൈശി നേതാവായ അബൂജഹലിന്റെ മക്കളുടേതായിരുന്നു. ഉത്ബയും ഷൈബയും അവരുടെ ഈ തോട്ടത്തിൽ അഭയം തേടിയ പ്രവാചകരെ കണ്ടപ്പോൾ സ്വാഭാവികമായി അവർക്ക് മനസ്സലിയുകയും അവരുടെ തോട്ടത്തിലെ വേലക്കാരനായ അബ്ബാസിന്റെ അടുക്കൽ ഒരു കുല മുന്തിരി പ്രവാചകരുടെ അടുക്കലേക്ക് കൊടുത്തയച്ചു. ആ മുന്തിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ആ മുന്തിരി കഴിച്ചു. അബ്ബാസ് എന്ന ഈ മനുഷ്യൻ അയാൾക്ക് വലിയ അത്ഭുതം തോന്നി. ഇത് ഇവിടത്തുകാരും പറയാത്ത വാക്കാണല്ലോ, ഇതെന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആരാണ് എന്നൊക്കെ പ്രവാചകരെ അദ്ദേഹം ചോദിച്ചറിയാൻ ശ്രമിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഉള്ളതാണെന്ന് ചോദിച്ചു. അപ്പൊ അബ്ബാസ് പറഞ്ഞു, ഞാൻ നീനവ പ്രദേശത്തുള്ളവനാണ്. നീനവ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ എന്റെ സഹോദരൻ യൂനുസിന്റെ നാട്ടിൽ നിന്നാണല്ലേ, അഥവാ യൂനുസ് നബിയുടെ നാട്. അപ്പൊ നിങ്ങളെങ്ങനെ യൂനുസ് അലൈഹിസ്സലാമയെ, യൂനുസ് നബിയൊക്കെ അറിയുന്നൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി ഈ സംഭവം ഞാൻ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ ദൂതനാണെന്നൊക്കെ പറഞ്ഞു. ഇത് അബ്ബാസിന്റെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും അബ്ബാസ് ആദ്യമായി ത്വായിഫിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ത്വായിഫിൽ ഇസ്ലാമിന്റെ ആദ്യ തീപ്പൊരി ഉണ്ടാവുന്നത്. പ്രവാചകർ അവിടെ നിന്നും വളരെ ഖേദത്തോടുകൂടി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പിന്നീട് മക്ക ഫത്ഹിനൊക്കെ ശേഷം തായിഫിലേക്ക് പല ആളുകളും താമസം മാറ്റി. അക്കൂട്ടത്തിലൊരു പ്രമുഖനായിരുന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച, ഈ കുട്ടിക്ക് നീ അല്ലാഹുവേ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ, ഖുർആനിന്റെ തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ്. അഥവാ നബിയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം ഖുർആൻ വ്യാഖ്യാനങ്ങൾ, പല ഖുർആനിൽ തഫ്സീറുകളൊക്കെ നൽകിയിട്ടുള്ള വളരെ പൗരാണികനായ മുഫസ്സിറാണ് ഇബ്നു അബ്ബാസ്. പല വിഷയത്തിലും ഖുർആനിക ആയത്തുകളുടെ ഉദ്ദേശാർത്ഥങ്ങൾ എന്താണെന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ പൂർവികരായ ആളുകൾ, പണ്ഡിതന്മാർ തീരുമാനമെടുക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം തായിഫിലാണ് താമസം തുടങ്ങിയത്. അവിടെ അദ്ദേഹം ദർസ് നടത്തുകയും അങ്ങനെ അവിടെ ആളുകൾ ഖുർആൻ പഠിപ്പിക്കുകയും ഹദീസുകൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് തായിഫിൽ കഴിച്ചു കൂട്ടിയ കാലം. അങ്ങനെ അവിടെ വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ദർസ് നടത്തിയിരുന്ന ആ പ്രദേശവും സ്ഥലവുമൊക്കെ അവിടെ ഒരു വലിയ പള്ളി ഇന്ന് നിലവിലുണ്ട്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്ബറയും നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാൻ, മക്ബറ എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ മക്ബറ ചിന്തിക്കുന്ന മതിൽക്കെട്ടിനുള്ളിലാണ്, കാണാൻ പറ്റില്ല, അതിനുള്ളിലാണ് കയറി ചെല്ലുന്ന ഭാഗത്ത് അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ ഖബറടക്കിയിട്ടുള്ളത്. ആ സ്ഥലം നമ്മളെ ഈ തായിഫ് യാത്രയിൽ നമ്മളൊന്ന് കാണും. അതാണ് നമ്മളെ ഇറങ്ങി കാണുന്ന സ്ഥലം ഒന്ന്. പിന്നെ ചിലതൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ചരിത്രം ഉറങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ സന്ദർഭങ്ങളിൽ ഓരോന്നോരോന്നായി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറുകൊണ്ട് ക്ഷീണിതനായി
റസൂലുള്ള കയറിയിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ വരവുണ്ട് അവിടെ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പാറ, ഈ കല്ലുകൾ തായിഫുകാരുടെ മേലെ പതിക്കാൻ, അങ്ങനെ അവരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. റസൂലെ, എന്ത് ചെയ്യണം? വളരെ ദുഃഖിതനും അതോടൊപ്പം മർജിതനുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തായിഫ് ജനതയ്ക്കെതിരെ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. അല്ലാഹുവേ, നീ ഇവർക്ക് ഹിദായത്ത് കൊടുക്കണേ, ഇവരറിവില്ലാത്തവരാണ്, ഇവർക്ക് നീ നിന്റെ ഹിദായത്ത് നൽകി അവർ അനുഗ്രഹിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വന്നില്ല, അവർ രക്ഷപ്പെട്ടുവെന്നാണ്. അതല്ലായിരുന്നെങ്കിൽ തായിഫിലെ മലമടക്കുകൾക്കിടയിൽ നാമാവശേഷമാകാൻ മാത്രമേ തായിഫിലെ ജനത ഉണ്ടാകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിട്ടുവീഴ്ച നൽകുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രബോധകൻ എന്നുള്ള നിലക്ക്, ഒരു ദാഴി എന്നുള്ള നിലക്ക് നമുക്കൊക്കെയുള്ള മാതൃകയാണത്. നമ്മുടെ ഇസ്ലാമിക ദഅവത്തുമായി, പ്രബോധന പ്രവർത്തനങ്ങളുമായി ഏത് പ്രദേശത്ത് ചെന്നാലും എല്ലാവരും നമ്മെ കയ്യും നീട്ടി സ്വീകരിക്കുമെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പല വിധേനയുള്ള വിമർശനങ്ങളുണ്ടാവും, കുറ്റപ്പെടുത്തലുകളുണ്ടാവും, അതിക്രമങ്ങളുണ്ടാവും. അവിടെയൊക്കെ ഒരു ദായിയുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇവർ അറിവില്ലാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും ചെയ്യുന്നതാണ്, അവർക്ക് ഹിദായത്ത് നൽകണേ എന്ന് ദുആ ചെയ്യുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊരു മാതൃകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. അപ്പം അങ്ങനെയുള്ള തായിഫിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. തായിഫിൽ നിന്ന് മടങ്ങി പോരുമ്പോഴായിരിക്കും നമ്മൾ സെയിലിൽ ഇറങ്ങി. സെയിലി എന്നാണ് ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര്, സെയിലുൽ കബീർ. സെയിൽ സഹീർ വേറുണ്ട്. നേരത്തെ ഹദീസിൽ അത് വന്നിട്ടുള്ളത് അർണുൽ മനാസിൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അർണുൽ മനാസിൽ. ദമാം, അതുപോലെ റിയാദ്, ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മളെ ആളുകൾ, നമ്മളെ കുട്ടികൾ ഉംറക്ക് വരുമ്പോൾ ഇഹ്റാം ചെയ്യാറുള്ളത് ഈ തായിഫിലെ സെയിലിൽ ഇറങ്ങിയിട്ടാണ് ഇഹ്റാം ചെയ്ത് പോരാറ്. അപ്പോൾ നമ്മൾ ഒരു മീഖാത്തിൽ നിന്ന് നേരത്തെ ഇഹ്റാം ചെയ്ത് പോന്ന് ഒരു ഉംറ ചെയ്ത് ഇനി രണ്ടാമത്തെ ഉംറ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യത്തതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ രണ്ടാമത്തതിൽ അത് പരിഹരിക്കപ്പെടണം. ഉംറയെ സംബന്ധിച്ച് 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് പ്രധാനമായിട്ട്. ഒന്നാമത്തേത് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത് കഅബയെ തവാഫ് ചെയ്യുകയും 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന തവാഫ് പൂർത്തിയാക്കലാണ്. മൂന്നാമത്തേത് സഅയാണ്, സഫാ മർവകൾക്കിടയിലുള്ള നടത്തം. നാലാമത്തേത് മുടി എടുത്ത് തഹല്ലുലാവുക എന്നതുമാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ ഉംറ പൂർത്തിയാക്കാൻ സാധിക്കും. അക്കാര്യത്തിൽ ഇനിയൊരു അറിവില്ലായ്മ ആർക്കും ഉണ്ടാവരുത്, കൃത്യമായി ചെയ്യണം. നമ്മൾ ഗ്രൂപ്പായി ഇറങ്ങിയാലും തവാഫ് കഴിയുമ്പോഴേക്ക് എല്ലാവരും ഭിന്ന ഭിന്നമായി പോകും, പലരും കാണൂല, കിട്ടൂല. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യണം, സമയമെടുത്ത് കൃത്യമായി അതിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കണം. ധൃതി പിടിച്ച് പെട്ടെന്ന് ഓടി തീർക്കേണ്ടതല്ല ഉംറ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മളുടെ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഉംറ ഒരു പക്ഷേ നിങ്ങൾ മറ്റ് ആർക്കെങ്കിലും വേണ്ടി ഉദ്ദേശം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്നലെ ക്ലാസ്സിലും പറഞ്ഞു തന്നിട്ടുണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ അൻ എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ, വാപ്പാക്കാണെങ്കിൽ അബി അൻ അബി, അല്ലെങ്കിൽ ഉമ്മക്കാണെങ്കിൽ അൻ ഉമ്മി, ഭർത്താവനാണെങ്കിൽ അൻ സൗജി.
ഭാര്യക്കാണെങ്കിൽ അൻ സൗജത്തി, മകൾക്കാണെങ്കിൽ അൻ ബിന്തി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേര് കൂടി പറയുന്നു. അതോടുകൂടി നിയ്യത്ത് അവരുടെ പേരിലായി. പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുകയും പ്രാർത്ഥനകളിൽ കൂടുതലായി അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ഒക്കെ ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അത് നമുക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കണം. നമ്മൾ ഈ പറയുന്ന സംഗതികളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വേണട്ടോ. ഞാനൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ സംഗതികളൊക്കെ തന്നെ എനിക്കൊന്നുണ്ടാവുക, അതിൽ ചോദ്യം ഉണ്ടാവുക. ഈ ഭാഗത്തേക്കുള്ള ഹറമിന്റെ പരിധിയാണ് നമ്മൾ പിന്നെ വെറും ജില്ലയിൽ വന്നപ്പോൾ കണ്ടില്ല ഒന്ന് ഹറമിന്റെ അതിങ്ങനെ അതിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബിനെ പറഞ്ഞയച്ചിട്ട് അതിർത്തി കുറ്റികളൊക്കെ മാറ്റി അത് തെളിച്ച് കുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഹറം അല്ലാഹ് നിശ്ചയിച്ച ഈ ഹറമിന്റെ ഭൂമി അവിടെ വെച്ചിട്ട് പാപങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്താൽ ഇരട്ടിയാ കുറ്റം, നന്മ ചെയ്താൽ കൂലി കൂടുതലുണ്ട്. വത്തനികളാണത്, വത്തനി. അവർക്ക് നല്ല സുരക്ഷിതത്വം പോലെ അങ്ങനെ റോട്ടിക്ക് വരാതൊക്കെയുള്ള മതിലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്നാലും ചാടി വീണ അപകടം ഉണ്ടാവും അല്ലേ? കുട്ടികൾ വണ്ടികളൊക്കെ വീണാൽ ആറൊക്കെ ആകുമ്പോൾ അങ്ങനെ ചാടി. മക്ബറകളാണ്, അവരുടെ ഖബർസ്ഥാനാണ്. ഇടത് ഭാഗത്ത് ആ കെട്ടിനുള്ളിൽ നമ്മുടെ ഇവിടെ മരങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ കെട്ടി ഈ മതിൽ ഇതാണ് ഈ ഗ്രില്ലിട്ടിൻ്റെ അവിടെ ഒന്നും അടയാൻ പറ്റില്ല കേട്ടോ. പുനയിന് അതാണ് ചരിത്രങ്ങൾക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റും. ഇവിടെ ഈ ഹെറിറ്റേജുകളൊന്നും വരെ ആരും ഒന്നും പറഞ്ഞു തരില്ല. ആരതും ഞാൻ അവിടെ പോയിട്ട് ഇബാദത്ത് ചെയ്യേണ്ട വിചാരിച്ചിട്ട് മക്കയില് പിന്നെ മദീനത്തിൽ നമ്മൾ ചെന്നിട്ട് ആരെ കബറാവും പറഞ്ഞു തരില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാരെയൊക്കെ മറയിട്ടിട്ടുള്ള സ്ഥലമാണ്. ഖദീജ ബീവിയാണ് മക്കത്തുള്ളത്. اللهم هون علينا سفرنا واطوي عنا بعدنا اللهم انقصنا
صاحب السفر والمرض اللهم إنا نعوذ بك من وعثرة السفر وكآبة المنظر وسوء المنظر والمال والأهل. إن شاء الله നമ്മൾ തായിഫ് ഇവിടുത്തെ ഭ്രാന്താശുപത്രിയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. റസൂലുള്ളാഹിനെ മജ്നൂൻ എന്ന് വിളിച്ച് എറിഞ്ഞോടിച്ച തായിഫുകാർക്ക് അല്ലാഹു തആല ഒരു ശിക്ഷ എന്നുള്ള നിലക്ക് ഇവിടെ പല വീടുകളിലും ഭ്രാന്തന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ അവിടെ ഒരു മതിൽക്കെട്ട് കണ്ടല്ലോ, അവിടെ ഉള്ളില് അവിടെ അദ്ദേഹത്തിന്റെ ഖബറ്, ഇവിടെ അദ്ദേഹത്തിന്റെ വീട്, കിണർ, ഇതൊക്കെ നിൽക്കുന്ന ഈ മതിൽക്കെട്ടിനകത്തിട്ടാണ്. അദ്ദേഹത്തിന്റെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ വീടും കിണറും ഒക്കെ നിൽക്കുന്നതാണ് ഈ മതിൽക്കെട്ടിനുള്ളിൽ. ഇവിടെ പള്ളിന്റെ പുറത്തേക്ക് ഒരു മതിൽക്കെട്ടുണ്ട്, അതിനകത്താണ്. എല്ലാം അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളതൊക്കെ പൊളിഞ്ഞാടി പോയിക്കണം. ഇതിപ്പോ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ബിസിനസ് ചെയ്യും. ഒരു തങ്ങൾ പാപ്പാന്റെ ഖബറും വീടും കിണറൊക്കെ കിട്ടിയാലേ അത്യാവശ്യം കായ് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ്. അവിടെ കുറ്റിയെത്തിങ്ങാണ്ട് പിരിവും ഉറൂസും പരിപാടിക്ക് എത്തിങ്ങനെ സംഗതി മുന്നോട്ട് പോയി. ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് കുറവ് വേണ്ട, ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ഏർപ്പാടാണ് ഈ ഖബർ വ്യവസായം. റെഡിയായില്ലേ? പിന്നെ വേസ്റ്റ് ആരും വണ്ടിന്റെ ഉള്ളിൽ കരുത്, ഒരു കീസിലാക്കിയിട്ട് തൂക്കിയിടുക. വണ്ടി നിർത്തുമ്പോൾ നമുക്ക് ഒഴിവാക്കാം. സയ്യിദ് ഇബ്നു ഹാരിസ പ്രവാചകരുടെ ഭൃത്യനായി കുറെ കാലം കഴിച്ചുകൂട്ടി. പിന്നെ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വരുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പൊ നബി പറഞ്ഞു ആയിക്കോട്ടെ കോഴിക്കോടുള്ള മകനല്ല, ഏതോ അടിമച്ചന്തയിൽ നിന്ന് കുട്ടിയായിട്ട് കിട്ടി, അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന കുട്ടിയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം ഇന്നേ വരെ എന്നോട് ഈ യജമാനനായിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് സംസാരിക്കുകയോ എന്നെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ പ്രഹരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ തന്നെ കഴിഞ്ഞു കൂടുകയാണെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ തിരിച്ചയച്ച ഒരു സംഭവം ഒരു ഭൃത്യനായ അടിമയായ സെയ്ദിൽ നിന്നുണ്ടായിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ്. അദ്ദേഹവും റസൂലുമാണ് തായിഫിലേക്ക് പോന്നിട്ടുള്ളത്. അങ്ങനെയാണ് തായിഫിൽ നിന്ന് പ്രതീക്ഷിച്ച യാതൊരു പ്രതികരണം ഉണ്ടായില്ല. മാത്രമല്ല വളരെ മോശമായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിക്കുകയും ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് പിന്നെ ഇസ്ലാം
ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തി മറ്റു ആളുകളൊക്കെ മുസ്ലിങ്ങളായി എന്നുള്ളത് അന്ന് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. അല്ലാഹുവേ ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത്, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഖൗമിന് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങാതെ ചില സാധനങ്ങൾ ഇങ്ങനെ കണ്ടിങ്ങനെ പോവുക കേട്ടോ. നമ്മൾ മടക്കാണ്. നമ്മൾ മടക്കത്ത് കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ നമ്മൾ മീഖാത്തിലെത്തും. അതിന് മുമ്പ് ഇവിടുത്തെ ചെറിയ ചില ചരിത്ര സംഭവങ്ങൾ നമുക്കിങ്ങനെ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് കാണാൻ പറ്റും. ഇത് ഭാഗത്തെ മസ്ജിദ് അലി ആണോ, ചെറിയൊരു മിനാരം നിൽക്കണണ്ടല്ലേ ഒരു പള്ളി, അത് മസ്ജിദ് അലി. വലത് ഭാഗത്ത് കാണുന്ന മതിൽക്കെട്ടിനുള്ളിലുള്ളതാണ് പിന്നെ അദ്ദാസിന്റെ തോട്ടം. ഇവിടെ നാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരി കൊടുത്തു. ഈ വലത് ഭാഗത്തുള്ള മതിൽക്കെട്ടിനുള്ളിലാണ് അദ്ദാസിന്റെ തോട്ടം കേട്ടോ. ഇടത് ഭാഗത്ത് കാണുന്ന ആ പള്ളിക്ക് പറയുന്ന പേരാണ് മസ്ജിദ് അലി. അദ്ദാസിന്റെ തോട്ടം അവിടെ മുന്തിരിയൊക്കെ കഴിച്ചിരുന്ന പ്രശ്നമല്ല, അങ്ങനെ ജീവിച്ചാൽ മതി മുസ്ലിങ്ങളായിട്ട്. നമ്മളെ പ്രാർത്ഥനയിൽ നമ്മളെ നാട്ടിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കണം. അദ്ദാസിന്റെ പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് അദ്ദാസ് ആണ് ആ കാണുന്നത്. വലത് ഭാഗത്ത് ആ തോട്ടത്തിനുള്ളില് പിന്നെ ആ പള്ളി കണ്ടില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് അതാണ് മസ്ജിദ് അദ്ദാസ്. ഇങ്ങനെ കുറച്ച് ചരിത്രമൊക്കെ ഉറങ്ങി നിൽക്കുന്ന ഒരു മണ്ണാണ് തായിഫിന്റെ മണ്ണ്. നമ്മളെ മലയാളികളായ കുറെ ആളുകളോട് ജോലി ചെയ്യുന്നുണ്ട് തായിഫിൽ. പ്രയാസപ്പെട്ട് ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, ഇവർക്ക് മേൽ ഈ പാറ പൊട്ടിച്ച് തകർത്ത് കളയാനുള്ള കൽപ്പനയുണ്ട് എന്ന് പറയപ്പെട്ട ആ സ്ഥലമാണ് നമ്മുടെ ഈ വലത് ഭാഗത്ത് കാണുന്ന ഈ പാറ, ഈ മലയും ഈ കുന്നും ഒക്കെ ഉണ്ടോ. അതിന്റെ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ മതിൽക്കെട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഇറങ്ങി ഇങ്ങനെ കണ്ട പോരാ, മതി മതി, വെയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലം, അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ മസ്ജിദുൽ കൂഹ് അതിൻ്റെ തൊട്ടടുത്ത് മസ്ജിദുൽ കൂഹ്, ആ പാറയൊക്കെ കണ്ടില്ലേ, അത് അവരുടെ മേലെ കൂടെ ഞാൻ എന്ത് ചെയ്യാം, അല്ലാഹു തആല അവർക്ക് മേലെ ഇടിച്ച് വീഴ്ത്താമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി ഇരുന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ്. എത്രമാത്രം നമുക്ക് പാഠം നൽകുന്നതാണ്, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ പാഠം. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ചരിത്രം അതിനാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറേ ചരിത്രം ഖുർആനിൽ പൂർവിക സമുദായങ്ങളുടെ ചരിത്രമൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് വെച്ചാൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ദഅവത്തുമായിട്ട് ആളുകൾ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബഖീർ ഖബർസ്ഥാനിൽ ഏറെക്കുറെ 10,000 സഹാബിമാരെ മണമാടപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഇസ്ലാമിക ദഅവത്തുമായി കടന്നു ചെന്നിട്ട് അവിടെ ഇസ്ലാമിക പ്രബോധനത്തിൽ ഏർപ്പെടുകയായിരുന്നത്. അതിൽ കൂട്ടത്തിൽ ഒന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹത്തിൻ്റെ പാർപ്പിടവും അദ്ദേഹത്തിൻ്റെ കബറിടവും അദ്ദേഹം നടത്തിയൊക്കെയാണ്. നിങ്ങളുടെ വലതു ഭാഗത്ത് നോക്കുക, ഇതാണ് അവിടുത്തെ സദ് അണക്കെട്ട്. കേട്ടോ, വെള്ളമൊന്നുമില്ല, എന്നാലും അണക്കെട്ട്. ആ പാലം കണ്ടല്ലേ ഞങ്ങളവിടെ വെള്ളം കെട്ടി നിർത്താനുള്ള സൗകര്യം. സദ് ഇവിടെ ഒരു ഖബർസ്ഥാനുണ്ട്, ഒരു ഖബറുണ്ട്. അത് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്.
പറയപ്പെടുന്നുണ്ട്. ശരിയോ? അറിയണില്ല, ഞാൻ പോയി. എന്താ ഏജൻസി നമുക്കൊന്ന് വായിക്കണം. ആട്ടെ, ഞാൻ വായിച്ചേ. ഇവിടെ ഒന്നാണ് ഇറങ്ങിക്കാലോ. ഇതിന്റെ വ്യാസം 6 മീറ്റർ, ഇതിന്റെ ഉയരം 18 മീറ്റർ, പിന്നെ 12 മീറ്റർ. അതിന്റെ സഅത്തു തഹ്സീൻ ഏകദേശം എത്ര വെള്ളം കൊള്ളുന്നോ? 10, 10, 100, 1000, 10,000 ലക്ഷം, 5 ലക്ഷം വെള്ളം കൊള്ളും. അങ്ങനെ ഇതിന്റെ പേര് സദ്ദു ഇക്രിമ എന്നാണ്. എടാ, സദ്ദു ഇക്രിമ, ഇക്രിമ അണക്കെട്ട്. അതെ. ടർഫൊക്കെ നമ്മളവിടെ നിർത്തിയുണ്ട്. ടർഫേ ഇടത് ഭാഗത്ത് ടർഫ് കണ്ടാണ് നമ്മുടെ മേക്കാത്തിലിറങ്ങിയാലേ, മേക്കാത്തിൽ നമുക്ക് വുളു ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടുന്ന് വുളു ചെയ്തിട്ട് നമ്മളവിടെ പിന്നെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ആക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാതെ തന്നെ സൗകര്യമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, പള്ളീൻ്റെ ഉള്ളിലൊന്ന് കയറി 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് നമ്മൾ ഇങ്ങോട്ട് പോരാ. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് വണ്ടിയുടെ കുതിരപ്പുറത്ത് കയറി നല്ല അതിൻ്റെ ഒട്ടകപ്പുറത്ത് കയറി നിയ്യത്ത് ചെയ്തു എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ അതിനക്ക് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നിയ്യത്ത് ചെയ്യലിനെയാണ് ഏറ്റവും നല്ലത്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന നിയ്യത്ത് വായ കൊണ്ട് പറയുകയും മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പൂശലൊക്കെ സുന്നത്താണ്. ഈ ശരീരത്തിലിട്ട വസ്ത്രത്തിലല്ല, ഇഹ്റാമിന്റെ വസ്ത്രമല്ല, നമ്മുടെ ശരീരത്തിൽ. എന്നിട്ട് പുരുഷന്മാരെന്ത് ചെയ്യാം, ഇഹ്റാമിന്റെ ഡ്രസ്സ് ചേഞ്ച് ആക്കാം. പിന്നെ മുഹരിമുകളാണ്. പിന്നെ തൊപ്പിയിടാൻ പാടില്ല, സോക്സ് ധരിക്കാൻ പാടില്ല, ഞെരിയാണി മറഞ്ഞു നിൽക്കുന്ന ചെരുപ്പുകൾ പാടില്ല. അതൊക്കെ ഇഹ്റാമിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. അബ്ദുൽ അസീസ് തഖ്സീസിയാണ്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ. മുസ്തഷ്ഫ അൽ മലിക് അബ്ദുൽ അസീസ് തഖസ്സുസി എന്ന് പറയും, സ്പെഷ്യാലിറ്റിയാണ്. സൗദി വെള്ളം പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. കടൽ ജലം ശുദ്ധീകരിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കടൽ ജലം ഉപയോഗിക്കുന്ന രാജ്യമാണ് സൗദി.
പറഞ്ഞിട്ടല്ലോ, അവനവനാണെങ്കിലും എന്ന് പറഞ്ഞാൽ മതി. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ മാത്രം വന്നാൽ മതി. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ സ്വന്തത്തിനാണെങ്കിൽ. അല്ല, വേറെ ആളുകൾക്കാണെങ്കിൽ, ഉപ്പാക്കാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അൻ അബീ. ഉമ്മക്കാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അൻ ഉമ്മീ. എന്നിട്ട് അവരുടെ പേര് വരാം. അബീ എന്ന വാപ്പാന്റെ പേര് വരാം, എന്താണ് അമ്മമാരുടെ പേര് വരാം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അൻ ബിന്തി. പെൺകുട്ടിന്റെ പേര് വരാം. ആൺകുട്ടിക്കാണെങ്കിൽ അൻ വലദി എന്നവരുടെ പേര് വരാം. ഭർത്താവിനാണെങ്കിൽ അൻ സൗജി. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അൻ സൗജി, അയാളുടെ പേര് വരാം കേട്ടോ. അന്ന് എണ്ണിയൊക്കെ ഉണ്ട്. എല്ലാവരും കയറിയില്ലേ? ണെങ്കിൽ അത്ര മതി. ബാക്കി അതല്ല, വേറെ ആളുകൾക്കാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അൻ, ആപ്പയാണെങ്കിൽ അൻ അബി, മറ്റു മക്കളാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ ഒക്കെ ഭർത്താവാണെങ്കിൽ അൻ സൗജി. ഇങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം? മുഹരിമുകളാണ്. തല മറക്കാൻ പറ്റില്ല. എല്ലാ പുരുഷന്മാരിതൊക്കെ ഒഴിവാക്കിയില്ലേ? ഏത് അടിവസ്ത്രമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ ഇനി മുഹരിമുകൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിക്കുക. ഇഹ്റാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇൻഷാ അല്ലാഹ് തൽബിയത്ത് ചൊല്ലിയിട്ടൊക്കെ അങ്ങനെ പോവാം കേട്ടോ. ഇനി നമ്മൾ ഉംറ ചെയ്യാൻ ഇറങ്ങുക. അസറിന് നിങ്ങൾ നേരത്തെ പോയിട്ട് എന്ത് ചെയ്യാം? അസർ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും മത്താഫിക്ക് ഇറങ്ങാം. ഉംറക്കാർക്ക് ഇറങ്ങേണ്ട വഴി അറിയാലോ അല്ലേ? ഉംറക്കാർക്ക് മാത്രം പ്രവേശനമുള്ള വഴിയിലൂടെ പുരുഷന്മാർ പോവാം, സ്ത്രീകൾക്ക് കൂടെ തന്നെ പോവാം. എന്നിട്ട് പള്ളിയിൽ നിസ്കാരവും കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ മത്താഫിക്ക് നേരെ ഇറക്കുകയാണെങ്കിൽ അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളെന്ത് ചെയ്യാം? അസർ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നേരം കാത്തുനിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെയും പള്ളിൻ്റെയും ഇടയിലുള്ള ക്യാമ്പസിലെത്തും. അവിടുന്ന് നേരെ പിന്നെ വലതു ഭാഗത്തേക്കാണ് നടന്നാൽ 3-ാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്തെത്തും.